നോക്കാം വിശദമായി തന്നെ. ക്രൈസ്തവ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള തീവ്രവാദ അജണ്ടകൾ വിലപ്പോവില്ലെന്ന് CBCI. യൂണിഫോമിന്റെ പേരിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത് സംഘടിത തീവ്രവാദമെന്ന് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലെയ്റ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയൻ VC സെബാസ്റ്റ്യൻ പറഞ്ഞു. ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ അന്വേഷണം നടത്തി വിവരങ്ങൾ നൽകാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് സ്കൂളിന് പോലീസ് സംരക്ഷണവും നൽകിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണിപ്പോൾ പുറത്തുവരുന്നത്. ക്രൈസ്തവ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തീവ്രവാദ അജണ്ടകൾ വിലപ്പോവില്ലെന്ന് പ്രതികരിച്ചിരിക്കുകയാണ് CBCI. യൂണിഫോമിന്റെ പേരിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത് സംഘടിത തീവ്രവാദമെന്നാണ് ഇപ്പോൾ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലെയ്റ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയൻ VC സെബാസ്റ്റ്യൻ പ്രതികരിച്ചത്. ഇന്നലെയാണ് ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടത്. കൊച്ചിയിലെ സ്കൂളിൽ ഹിജാബുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം സംഭവിച്ചു. 2 ദിവസം സ്കൂൾ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് അടച്ചിട്ടിരുന്നു. ഇന്നലെ കോടതി ഇടപെട്ട് ഇന്ന് വീണ്ടും സ്കൂൾ തുറക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴിതാ വലിയ പ്രതികരണവുമായി CBCI രംഗത്ത് വന്നിരിക്കുന്നത്. കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലാണ് ഈ സംഭവത്തിൽ ഹിജാബ് വിവാദം വന്നിരിക്കുന്നത്. ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിയെ സ്കൂൾ മാനേജ്മെന്റ് വിലക്കിയെന്നുള്ള പരാതിയായിരുന്നു ആദ്യം വന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴിതാ വലിയ പ്രതികരണവുമായി CBCI രംഗത്ത് വന്ന സാഹചര്യം. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, തീവ്രവാദ അജണ്ടയാണ് ഇതിന് പിന്നിൽ എന്നാണിപ്പോൾ. അതുമാത്രമല്ല, ക്രൈസ്തവ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള തീവ്രവാദ അജണ്ട ആണ് നടക്കുന്നതെന്നാണ് CBCI പ്രതികരിച്ചിരിക്കുന്നത്. വിവരങ്ങൾ ഇത്തരം അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ള തീവ്രവാദ അജണ്ടകൾ അനുവദിച്ചു നൽകാനാകില്ലെന്നാണ് ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ വാർത്താക്കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് കുഞ്ഞുങ്ങളിലേക്ക് തീവ്രവാദ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ഒരു തരത്തിലുള്ള ശ്രമങ്ങൾ അനുവദിച്ചു നൽകില്ലെന്നാണ് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലെയ്റ്റി കൗൺസിൽ സെക്രട്ടറിയാണ് ഇദ്ദേഹം ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ. യൂണിഫോമിന്റെ പേരിൽ സംഘടിത തീവ്രവാദത്തിലൂടെ സ്കൂളിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ച സാഹചര്യത്തെയാണ് അദ്ദേഹം അത്തരത്തിൽ വിലയിരുത്തിയത്. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ പ്രത്യേകിച്ചും SDPIയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ വ്യാപകമായി നടക്കുന്നുണ്ട് എന്നൊരു സൂചനയും കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ജനാധിപത്യ മതേതര സംവിധാനത്തിന് വിലങ്ങുതടിയാകുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള സംഘടനകളുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നത്. ഇത് ഇന്ത്യയുടെ തന്നെ രാജ്യത്തെ തന്നെ അനുവദിച്ചിരിക്കുന്ന മൗലിക അവകാശങ്ങളെ കൂടി ചോദ്യം ചെയ്യുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ചും 2018 ഹൈക്കോടതിയിൽ ജസ്റ്റിസ് A മുഹമ്മദ് മുഷ്താഖിന്റെ ഉത്തരവാണ് സ്കൂളുകൾക്ക് യൂണിഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്കൂളിന്റെ നിയമം എന്താണ് അത് സ്കൂളിന്റെ മാനേജ്മെന്റിന് തീരുമാനിക്കാമെന്നുള്ളത്. അത്തരത്തിലുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ കൂടി അതല്ല ലോ ആൻഡ് ഓർഡർ കൂടി വയലേറ്റ് ചെയ്തിട്ടുള്ള ഒരു രീതി കൂടിയാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഒരു കുട്ടിയെ മുൻനിർത്തി ഇതിലേക്ക് തീവ്രവാദം ഇമ്പോസ് ചെയ്യാനുള്ള അതല്ലെങ്കിൽ അത്തരം അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ചില സംഘടനകൾ നടത്തുന്നതെന്നാണ് അദ്ദേഹം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. അത് മാത്രമല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ യൂണിഫോം ഏതായിരിക്കണമെന്ന് ഒന്ന് തീരുമാനിക്കേണ്ടുന്ന ഉത്തരവാദിത്വവും അല്ലെങ്കിൽ അധികാരം സ്കൂൾ അധികൃതർക്കുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുതന്നെയാണ് കോടതിയുടെ ഉത്തരവും. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ അടിയന്തരമായി കോടതി ഇടപെടുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ലോ ആൻഡ് ഓർഡർ നിലനിർത്തി അത് അനുസരിക്കുക എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. യൂണിഫോമിന്റെ കാര്യത്തിൽ സ്കൂളിന് തീരുമാനിക്കാമെന്നും സ്കൂൾ നിഷ്കർഷിക്കുന്ന യൂണിഫോം തന്നെ ധരിക്കണമെന്നുമാണ് പറഞ്ഞത്. അതേസമയം വിദ്യാഭ്യാസ മന്ത്രി വിഷയത്തിൽ യൂണിഫോം മറയ്ക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള വേഷവിധാന രീതികളും അനുവദനീയമല്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ സ്കൂൾ മാനേജ്മെന്റിന് കൂടി വിമർശനമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: സ്കൂൾ മാനേജ്മെന്റിനെ കുറിച്ചുകൂടി വിഷയത്തിൽ പക്വത കാണിക്കണം. അതായത് കുട്ടിയെ മാനസിക പീഡനത്തിന് ഇരയാക്കി എന്ന പാരന്റ്സിന്റെ പരാതി അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട്. മുഖ്യമന്ത്രിക്ക് ആ പരാതി നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താവും അദ്ദേഹം അത്തരത്തിലൊരു പ്രസ്താവന കൂടി നടത്തിയത് എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും സ്കൂൾ മാനേജ്മെന്റ് ഈ വിഷയത്തിൽ അപക്വമായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിലപാടുകൾ കൈക്കൊള്ളും. ഇന്നലെ തന്നെ കന്യാസ്ത്രീകൾ നടത്തുന്ന സ്കൂളാണ്. ആ സ്കൂളിൽ ഇത്തരത്തിൽ ഹിജാബുമായി ബന്ധപ്പെട്ട ഒരു വിവാദം, അതെന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതിന്റെ മറവിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അജണ്ട എന്നുള്ളൊരു ചോദ്യം ഇന്നലെ തന്നെ ഉയർന്നു വന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത് തീവ്രവാദ അജണ്ടയാണ്, ക്രൈസ്തവ സ്ഥാപനങ്ങളെ തകർക്കാൻ ലക്ഷ്യം വെച്ചുള്ള
വെച്ചുകൊണ്ട് നടത്തുന്ന അജണ്ടയാണ് എന്ന് പറഞ്ഞുകൊണ്ട് CBSE തന്നെ രംഗത്ത് വന്ന സാഹചര്യം. അപ്പോൾ പോലും പ്രധാനപ്പെട്ട കാര്യം, ഈ കന്യാസ്ത്രീകൾ നടത്തുന്ന ഈ സ്കൂളിൽ ഇത്തരത്തിലൊരു വിഷയം നടന്നിട്ട് എന്തുകൊണ്ട് ജനപ്രതിനിധികൾ ഇടപെട്ടില്ലെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് ഉത്തരമുണ്ടോ? ഹൈബി പോലുള്ള ഏതെങ്കിലും ജനപ്രതിനിധികൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ആജ്ഞ. ഭവ്യ, നമ്മൾ ജനപ്രതിനിധികളുമായി കോൺടാക്ട് ചെയ്തിരുന്നു. അവരാരും ഇപ്പോൾ സ്ഥലത്തില്ല. മാത്രമല്ല ഫോൺ അറ്റൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ല. ഇന്നലെ മുതൽ അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട റെസ്പോൺസ് ഒന്നും അവരുടെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതേസമയം ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തിയിട്ടുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് ഹൈക്കോടതിയുമാണ്. ഒരുപക്ഷെ ഹൈക്കോടതി അത്തരത്തിലൊരു ഇടപെടൽ ക്ലാരിറ്റി വരുത്തിയത് കൊണ്ടായിരിക്കാം കൂടുതൽ റിയാക്ഷൻ നിൽക്കാത്തത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഹൈക്കോടതി തന്നെ കൃത്യമായി ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പം 2018 കേരള ഹൈക്കോടതിയുടെ വിധി മാത്രമല്ല, 2022 കർണാടക ഹൈക്കോടതി സമാനമായ വിധി മുന്നോട്ട് വെക്കുന്നതുണ്ടായി. അതായത് പ്രത്യേകിച്ചും സ്കൂളുകളിൽ യൂണിഫോം എന്ന് പറയുന്ന ഒരു സാഹചര്യം തന്നെ അതിന്റെ ഐക്യത, അതായത് കുട്ടികളുടെ ഇടയിലുള്ള ഒരു സമത്വം നിലനിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അതേസമയം കന്യാസ്ത്രീകളുടെ സ്കൂളുകളിൽ ആണ് അതായത് അവരുടെ മാനേജ്മെന്റ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണ് കന്യാസ്ത്രീകൾ അധ്യാപികമാരായ സ്കൂളുകളിൽ അവരുടെ ശിരോവസ്ത്രം അല്ലെങ്കിൽ അവരുടെ മതവസ്ത്രങ്ങൾ ധരിക്കാൻ അധ്യാപികമാർക്ക് ഈ പ്രശ്നമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. ചന്ദനക്കുറി അനുവദിക്കുമോ, അതല്ലെങ്കിൽ ALS ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുവദിക്കുമോ? ഇത് വിദ്യാർത്ഥികളിൽ മാത്രം ഇമ്പോസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ്? അധ്യാപികമാർക്ക് ഈ പറയുന്ന ഈ പരിധികളൊന്നുമില്ലേ എന്നുള്ള ചോദ്യങ്ങളും വിമർശനങ്ങളുമുണ്ട്. വളരെ ശക്തമായ വിമർശനങ്ങളുമുണ്ട്. എന്നിരുന്നാൽ പോലും സ്കൂൾ യൂണിഫോമിന്റെ കാര്യത്തിൽ, പ്രത്യേകിച്ചും വിദ്യാഭ്യാസം കുട്ടികളുടെ കാര്യത്തിൽ ഇത്തരത്തിലൊരു നിയമം, പ്രത്യേകിച്ച് മൈനർ ആയിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ ഇത്തരത്തിലൊരു നിയമം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവർക്ക് ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ്, അതല്ലെങ്കിൽ അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കോടതി വെച്ചിട്ടുള്ളത്. അത് സ്കൂൾ മാനേജ്മെന്റ് യൂണിഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. പ്രത്യേകിച്ചും യൂണിഫോമിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇവിടെ ശിരോവസ്ത്രം ധരിച്ച് പ്രശ്നമാകുന്നത്. യൂണിഫോമിന്റെ കാര്യത്തിൽ ഹെയർ സ്റ്റൈൽ എങ്ങനെ വേണമെന്നും സ്കൂൾ നിഷ്കർഷിച്ചിട്ടുണ്ട്. അത് ഈ ശിരോവസ്ത്രം ധരിക്കുമ്പോൾ അത് മറഞ്ഞു പോകുന്നു എന്ന് തന്നെയാണ്. അത് തന്നെയാണ് കോടതിയുടെ ഇന്നലത്തെ ഉത്തരവ് സ്കൂളിന് അനുകൂലമായതുകൊണ്ട് തന്നെ ഈ ഹിജാബ് വേണമെന്ന് വാദിക്കുന്ന സംഘടനകൾ സ്കൂളിലേക്ക് പ്രതിഷേധവുമായി എത്താനുള്ള സാധ്യത ഉണ്ടായിരിക്കില്ല, അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിരിക്കില്ല. കാരണം കോടതി അതിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് പക്ഷേ കോടതി അലക്ഷ്യം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറാം. അത് പിന്നീട് നിയമ നടപടികൾ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ സംഘടനകൾക്ക് ഉണ്ടായേക്കാം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ ഈ കുട്ടിയുടെ പാരന്റ്സിന് തന്നെ ഇത് മറ്റാരോ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. കാരണം അവർ വളരെ വ്യക്തമായിട്ട് അവർക്ക് ക്ലാരിറ്റി ഇല്ല. അതല്ലെങ്കിൽ കോടതി ഇത്തരത്തിൽ ഇടപെടൽ നടത്തിയത്, അല്ലെങ്കിൽ ഇതുമായി നിങ്ങൾക്ക് നിയമപരമായി മുന്നോട്ട് പോകാനാകില്ല എന്ന് പറയുമ്പോഴും അവർക്ക് അതൊരു ക്ലാരിറ്റി ഇല്ല. പക്ഷേ അതേസമയം കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചു, ഇതിന്റെ കാര്യത്തിൽ മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് പരസ്യമായി ഇൻസൾട്ട് ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ അധ്യാപികമാർക്കെതിരെ നടപടിയെടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് കഴിയും. ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ആ പരാതി മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെ മുന്നിലുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം സ്കൂൾ മാനേജ്മെന്റ് കുറച്ചുകൂടി സംയമനം പാലിക്കണമായിരുന്നു, അതല്ലെങ്കിൽ കുറച്ചുകൂടി പക്വത കാണിക്കണമായിരുന്നു എന്നൊരു പ്രസ്താവന കൂടി അദ്ദേഹം നടത്തിയ സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്തിട്ട് ആയിരിക്കും ഒരുപക്ഷെ ഡെപ്യൂട്ടി ഡയറക്ടർ അദ്ദേഹത്തിന് ഇതിന്റെ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ ഇന്ന് സ്കൂളിലെത്തിയേക്കാം. അതിന്റെ കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഏത് സമയത്തെത്തും എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഇത് എന്തായാലും സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാനാണ് ഇന്നലെ ഹൈക്കോടതി ഉത്തരവിട്ടത്. പക്ഷേ 2 ദിവസത്തെ കൂടി കുട്ടികൾക്ക് സ്റ്റഡി ലീവ്, എക്സാം നടക്കുകയാണ്, സ്റ്റഡി ലീവ് എന്നുള്ള തരത്തിലേക്ക് അവധി കൊടുക്കുകയാണ് എന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ നിലവിലത്തെ തീരുമാനം. അതായത് അതേസമയം പോലീസ് സംരക്ഷണം സ്കൂളിന് ആവശ്യമാണ്. എന്തായാലും നിലവിൽ പോലീസ് സംരക്ഷണം സ്കൂളിനുണ്ട്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഇന്ന് അങ്ങനെയാണോ സ്കൂൾ തുറക്കുന്നത്? പോലീസ് സംരക്ഷണയിലാണോ സ്കൂൾ തുറക്കുന്നത്? ആജ്ഞ തീർച്ചയായിട്ടും ഭവ്യ, അങ്ങനെ തന്നെയാണ് അറിയുന്നത്. സ്കൂൾ പോലീസ് സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് കോടതി പറഞ്ഞിരുന്ന സാഹചര്യത്തിൽ സ്കൂൾ തുറക്കുന്നത് ദിവസം മുതൽ ഒരു 2 ദിവസത്തേക്കെങ്കിലും നിർബന്ധിതമായും പോലീസ് സംരക്ഷണയിൽ തന്നെ ആയിരിക്കും സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക. എന്തായാലും ഇത്തരത്തിലുള്ള, അതായത് സംഘടിതമായി എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കുട്ടികളെ എത്തുന്ന ഒരു സാഹചര്യം, പാരന്റ്സ് എത്തുന്ന ഒരു സാഹചര്യം കുട്ടികളുടെ വിഷയത്തിൽ, അതായത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അത് ചിന്തിച്ചു തുടങ്ങുന്ന ഒരു പ്രായമായിട്ടേ ഉള്ളൂ. അത്തരമൊരു ഏജിലേക്ക് തന്നെ അതിലേക്ക് ഇത്തരത്തിൽ മതത്തിന്റെയോ അതല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിന്റെയോ
വിഷയങ്ങൾ ഇമ്പോസ് ചെയ്ത് വിടുന്നത് വളരെ മോശമാണെന്നുള്ള നിരീക്ഷണം തന്നെയാണ്. വളരെ അനാരോഗ്യകരമായിട്ടുള്ള ഒരു തോട്ട് തന്നെയാണ് എന്നുള്ള നിരീക്ഷണമാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്നതും. എന്തായാലും അടിയന്തരമായി വിഷയത്തിൽ കോടതി ഇടപെടുന്ന സാഹചര്യമുണ്ട്. വിദ്യാഭ്യാസ വകുപ്പും വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടിട്ടുണ്ട്. അതിന്റെ തുടർ നടപടികൾ ഉണ്ടാകും. ഇന്നലെ AEO സ്കൂളിലെത്തിയിട്ട് കുട്ടിയുടെയും പാരന്റ്സിന്റെയും മൊഴിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കോടതി വിഷയം പരിഗണിച്ചത്. ഇന്ന് ഇടപെട്ട് ഡയറക്ടർ സ്കൂളിലെത്തി സ്കൂൾ അധികൃതരെയും കുട്ടിയുടെ പാരന്റ്സിനെയും കാണുന്നുണ്ട് മനസ്സിലാക്കുന്നത്. ഭവ്യ, തീർച്ചയായും എന്തായാലും കന്യാസ്ത്രീകൾ നടത്തുന്ന സ്കൂളിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ടായിട്ടും ജനപ്രതിനിധികൾ ഇതുവരെ പ്രതികരിച്ചില്ല എന്നതേറെ ശ്രദ്ധേയമായ കാര്യമാണ്. നമുക്കറിയാം, ഛത്തീസ്ഗഡിൽ ഒരു വലിയ വിഷയം നടന്നപ്പോൾ അവിടേക്ക് ഓടിയെത്തി ഇടത് വലത് സംഘടനകളൊന്നും ഈ വിഷയം കണ്ടില്ലേ എന്നുള്ള ചോദ്യം നാനാ കോണിൽ നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും ക്രൈസ്തവ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തീവ്രവാദ അജണ്ടകൾ വിലപ്പോവില്ല എന്നുള്ള പ്രതികരണമാണ് ഇപ്പോൾ ഈ നിമിഷം CBCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവച്ചത്.